ഹലോ ഫ്രണ്ട്സ്, 12 ഡിവൈഡഡ് ബൈ 5 എന്ന് പറഞ്ഞാൽ 2.4 ആണ്. അതല്ലെങ്കിൽ 320 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ 1600 ആണ്. ഇതെങ്ങനെ ഫാസ്റ്റായിട്ട് മനക്കണക്കായിട്ട് ചെയ്യാം എന്നാണ് നമ്മളിന്ന് നോക്കുന്നത്. നമുക്ക് ആദ്യം 5 വെച്ചുള്ള മൾട്ടിപ്ലിക്കേഷൻ നോക്കാം. ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. 24 ഇൻറ്റു 5. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 24ൻ്റെ പകുതി എഴുതുക. എത്രയാണ്? 12 അല്ലേ? എന്നിട്ടൊരു 0 ഇട്ട് കൊടുക്കുക. ഇതാണ് ആൻസർ. വേറെ ക്വസ്റ്റ്യൻ ചെയ്യാം. 18 ഇൻറ്റു 5. അപ്പോൾ 18ൻ്റെ പകുതി എഴുതുക. 9, ഒരു 0 ഇടുക. 90 ആണ് ആൻസർ. 1600 ഇൻറ്റു 5. 16ൻ്റെ പകുതി 8 അല്ലേ? അപ്പോൾ 1600ൻ്റെ പകുതി 800. ഇനി ഒരു 0 കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ 8000 ആണ് ആൻസർ. വേറൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. 320 ഇൻറ്റു 5. 32ൻ്റെ പകുതി 16 അപ്പോൾ 320ൻ്റെ പകുതി 160. ഇനി ഒരു 0 കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ 1600 ആണ് ആൻസർ. അങ്ങനെയാണെങ്കിൽ 11 ഇൻറ്റു 5 ഈ മെത്തേഡ് ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാം? 11ൻ്റെ പകുതി എത്രയാണ്? 5.5 5.5 ആണല്ലേ? ഇങ്ങനെ പോയിന്റ് വരുവാണെങ്കിൽ നമുക്ക് ഇവിടെ 0 ഇട്ട് കൊടുക്കുകയല്ല ചെയ്യേണ്ടത്. പകരം പോയിന്റിനെ ഒരു ഡിജിറ്റ് വലത്ത് വശത്തോട്ടാണ് മാറ്റുക. മൾട്ടിപ്ലിക്കേഷൻ ആകുമ്പോൾ നമ്മൾ വലത്ത് വശത്തോട്ടാണ് പോയിന്റ് മാറ്റുക. ഡിവിഷൻ ആണെങ്കിൽ ഇടത്ത് വശത്തോട്ടാണ് പോയിന്റിനെ മാറ്റുക. അപ്പോൾ ഇവിടെ ഒരു ഡിജിറ്റ് വലത്ത് വശത്തെന്ന് പറഞ്ഞാൽ 55 പോയിന്റ് കഴിഞ്ഞ് ഇവിടെ ഒന്നും ഇല്ലാത്ത കാരണം 0 എന്ന് എഴുതാം. അല്ലെങ്കിൽ 55 ആണ് ആൻസർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് 41 ഇൻറ്റു 5 ചെയ്യാം. 41ൻ്റെ പകുതി എടുക്കണം. 40ൻ്റെ പകുതി 20 ആണ്. അപ്പോൾ 41ൻ്റെ പകുതി എത്രയാണ്? 20 അരയല്ലേ? 20.5. ഇനി നമുക്ക് ഇവിടെ പോയിന്റ് ഉള്ളത് കാരണം നമ്മളിവിടെ 0 അല്ല ഇട്ട് കൊടുക്കുക. പോയിന്റ് ഒരു ഡിജിറ്റ് വലത്ത് വശത്തോട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 20.5 എന്നുള്ളത് എന്താകും? 205 പോയിന്റ് എന്ന് വരും അല്ലേ? പോയിന്റ് കഴിഞ്ഞ് ഒന്നുമില്ലെങ്കിൽ 0.0 എന്നാണ് അർത്ഥം. അതായത് ഇവിടെ 205 തന്നെ. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യനിൽ ഓൾറെഡി പോയിന്റ് ഉണ്ടെങ്കിലോ 2.2 ഇൻറ്റു 5. അപ്പോൾ നമ്മൾ സാധാരണ പോലെ ഇതിൻ്റെ പകുതിയാണ് എടുക്കുന്നത്. 22ൻ്റെ പകുതി 11 ആണ്. അപ്പോൾ 2.2ൻ്റെ പകുതി എത്രയാണ്? 1.1. ഇനി നമുക്ക് 0 ഇട്ട് കൊടുക്കാൻ പറ്റുമോ? ഇല്ല, കാരണം ഇവിടെ പോയിന്റ് ഉണ്ട്. പോയിന്റിന് നമ്മൾ ഒരു ഡിജിറ്റ് വലത്ത് വശത്തേക്കാണ് മാറ്റുക. അപ്പോൾ 11 പോയിന്റ് എന്ന് വരും. അതായത് 11 തന്നെ. 0.32 ഇൻറ്റു 5. ഇതിൻ്റെ പകുതി എത്രയാണ്? 32ൻ്റെ പകുതി 16. അപ്പോൾ 0.32ൻ്റെ പകുതി 0.16 ആണ്. ഇനി ഇവിടെ പോയിന്റ് ഉണ്ടല്ലോ. അപ്പോൾ 0 അല്ല ഇടേണ്ടത്. പോയിന്റിന് ഒരു ഡിജിറ്റ് വലത്ത് വശത്തേക്ക് ആക്കണം. അപ്പോൾ പോയിന്റ് എവിടെ വരും? ഇവിടെ വരും. അതായത് 1.6. അതായത് 1.6. ഡിവിഷനാണ് നോക്കുക. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. 240 ഡിവൈഡഡ് ബൈ 5 എങ്ങനെ ചെയ്യാം? അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം 240ൻ്റെ ഇരട്ടി എത്രയാണെന്ന് ആലോചിക്കണം. 24ൻ്റെ ഇരട്ടി എത്രയാണ്? 48. അപ്പോൾ 240ൻ്റെ ഇരട്ടി എത്രയാണ്? 480. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ 0 ഉണ്ടെങ്കിൽ ഏറ്റവും വലത്ത് വശത്തെ ഏറ്റവും അറ്റത്തെ 0 നമ്മൾ വെട്ടിക്കളയുക. അപ്പോൾ ആൻസർ എത്രയാണ്? 48. വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. 320 ഡിവൈഡഡ് ബൈ 5. 32ൻ്റെ ഇരട്ടി എത്രയാണ്? 64. അപ്പോൾ ഇതിൻ്റെ ഇരട്ടി എത്രയാണ്? 640. എന്നിട്ട് അവസാനത്തെ 0 നമ്മൾ വെട്ടിക്കളയുക. അപ്പോൾ ആൻസർ എത്രയാണ്? 64. അതല്ലെങ്കിൽ വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. 800 ഡിവൈഡഡ് ബൈ 5. 8ൻ്റെ ഇരട്ടി എത്രയാണ്? 16. അപ്പോൾ 2 0. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവസാനത്തെ 0 വെട്ടിക്കളയുക. അപ്പോൾ 160. അങ്ങനെയാണെങ്കിൽ നമുക്ക് 12/5 ചെയ്ത് നോക്കാം. 12ൻ്റെ ഇരട്ടി എത്രയാണ്? 24 ആണ്. ഇവിടെ വെട്ടാൻ 0 ഇല്ല അല്ലേ? 0 ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആൻസർ 2.4. അതല്ലെങ്കിൽ വേറെ ക്വസ്റ്റ്യൻ നോക്കാം. 8/5. 8ൻ്റെ ഇരട്ടി 16 ആണ്. ഇവിടെ 0 ഇല്ല. അപ്പോൾ 1.6 എന്നാണ് ആൻസർ. ഓൾറെഡി പോയിന്റ് ഉള്ള ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിച്ചോ. അതായത് 1.6 ഡിവൈഡഡ് ബൈ 5. അപ്പോൾ നമ്മൾ ഇരട്ടി എടുക്കുവാണ്. 16ൻ്റെ ഇരട്ടി 32 ആണല്ലേ? അപ്പോൾ 1.6ൻ്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ 3.2. ഇനി നമ്മൾ എന്താ ചെയ്യുക? ഇവിടെ ഓൾറെഡി പോയിന്റ് ഉണ്ടെങ്കിൽ ആ പോയിന്റിനെ ഇടത്ത് വശത്തോട്ടാണ് ആക്കേണ്ടത്. അതായത് പോയിന്റ് ഇവിടെ നിന്ന് ഒരു ഡിജിറ്റ് ഫ്രണ്ടിലേക്ക് ആക്കുക. അപ്പോൾ 0.32. വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. 1.5 ഡിവൈഡഡ് ബൈ 5. 15ൻ്റെ ഇരട്ടി എത്രയാണ്? 30. അപ്പോൾ 1.5ൻ്റെ ഇരട്ടിയാണ് 3.0. ഇനി നമ്മൾ എന്താ ചെയ്യുക? പോയിന്റ് ഇവിടെ ഓൾറെഡി ഉള്ളത് കാരണം പോയിന്റിനെ ഒരു ഡിജിറ്റ് ഇടത്തോട്ട് മാറ്റണം അല്ലേ? അപ്പോൾ 0.30. അതല്ലെങ്കിൽ 1.25 ഡിവൈഡഡ് ബൈ 5 ചെയ്ത് നോക്കാം. 125ൻ്റെ ഇരട്ടി എത്രയാണ്? 250. അപ്പോൾ 1.25യുടെ ഇരട്ടി എത്രയാണ്? 2.50 അല്ലേ? ഇനി എന്താ ചെയ്യേണ്ടത്? പോയിന്റ് ഓൾറെഡി ഉള്ളത് കാരണം പോയിന്റ് ഇടത്ത് വശത്തേക്ക് മാറ്റുക. അപ്പോൾ 0.250. ഇതാണ് ആൻസർ.